നമസ്കാരം. ഇതൊക്കെ ഏതൊക്കെ പാർട്ടിയാണോ എന്തോ. നമ്മൾ ഒരു പാർട്ടി. ഒറ്റ പാർട്ടിയാണല്ലേ. ഓക്കെ, തുടങ്ങാം. യെസ്. ഏത് റൗണ്ട് വേണം ആദ്യം? ഡിവോഷനിൽ വേണോ? ഗിരീഷ് പുത്തഞ്ചേരി ഗിരീഷ് ഏട്ടൻ. ഓക്കെ, ട്രിബ്യൂട്ട് ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം ബദ്രിക്കുട്ടൻ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ബദ്രി. പോരു നീ വാരിളം ചന്ദ്രലേഖേ, ഷാജഹാൻ തീർത്തൊരീ രംഗഭൂവിൽ. പോരു നീ വാരിളം ചന്ദ്രലേഖേ, ഷാജഹാൻ തീർത്തൊരീ രംഗഭൂവിൽ. ഉള്ളിൽ മൂളും സാരംഗേ നിൻ ശ്രീലാലാപം കേൾക്കും നേരം, നൂപുരം കൊരുക്കുമീ യമുന ധന്യയായി. പോരു നീ വാരിളം ചന്ദ്രലേഖേ, ഷാജഹാൻ തീർത്തൊരീ രംഗഭൂവിൽ. സ്വരമുകുളങ്ങൾ ഇതളിടുമേതോരാവിന്നാരാമത്തിൽ, മഞ്ഞിൻ കുളിർമണിയെണ്ണും മനസ്സിലെ മൗനം ചാർത്തും കാശ്മീരത്തിൽ. വനലത ചാഞ്ചാടും നിറവള്ളിക്കുടിലിലെ വരമൊഴിരാധേ നിൻഗീതമാവാൻ. വനലത ചാഞ്ചാടും നിറവള്ളിക്കുടിലിലെ വരമൊഴിരാധേ നിൻഗീതമാവാൻ. സ്വർണ്ണത്തേരിൽ വരും മായക്കണ്ണനെ നിൻ മടുമലർ മിഴിമുനയാൽ മൂടുമോ. പോരു നീ വാരിളം ചന്ദ്രലേഖേ, ഷാജഹാൻ തീർത്തൊരീ രംഗഭൂവിൽ. കാറ്റിൻ കരകമലങ്ങൾ വിതറിയ മേഘം ചാർത്തും നക്ഷത്രങ്ങൾ. ആരോ പ്രിയതരമായി നിൻ മണിമുടി മൂടാൻ തേടും മുത്താകുമ്പോൾ, ശുഭലയ ദർശനേ നിന്നെത്തിപ്പൊട്ടിടാൻ സുമധുര ചന്ദനം ചാലിക്കുമ്പോൾ. ശുഭലയ ദർശനേ നിന്നെത്തിപ്പൊട്ടിടാൻ സുമധുര ചന്ദനം ചാലിക്കുമ്പോൾ. കുംഭപൗർണമിതൻ തങ്കക്കൈവിരലിൽ ഒരു മണിമോതിരമായി മിന്നിനാൻ. പോരു നീ വാരിളം ചന്ദ്രലേഖേ, ഷാജഹാൻ തീർത്തൊരീ രംഗഭൂവിൽ. ഉള്ളിൽ മൂളും സാരംഗീനം ശ്രീലാലാപം കേൾക്കും നേരം, നൂപുരം കൊരുക്കുമീ യമുന ധന്യയായി. പോരു നീ വാരിളം ചന്ദ്രലേഖേ, ഷാജഹാൻ തീർത്തൊരീ രംഗഭൂവിൽ.
താങ്ക് യു. വനലത ചാഞ്ചാടും നിറവള്ളിക്കുടിലിലെ വരമൊഴി രാധേ നിൻ. ബദ്രി, ഓ ലാസ്റ്റ് ടൈം ഗോൾഡൻ മൈക്കൊക്കെ കിട്ടിയില്ല നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞ ഇതില്. കഴിഞ്ഞ ഷെഡ്യൂൾ. അപ്പൊ ഇത്തവണ എങ്ങനെ ഉണ്ടാവും ചോദിക്കാം. യെസ്. ഹരിച്ചേട്ടാ, മോനെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് കൂടിയാണ് കാശ്മീരം. മൂവി കണ്ടിട്ടുണ്ടോ? കുറച്ച് സീൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ സീൻസാ കണ്ടത്? മഞ്ഞ് പൊഴിയുന്നത്. ഏത് സീൻ? സുരേഷ് ഗോപി സാറ് മറ്റേ എന്താ മറ്റേ ആക്ട്രസ് മറ്റേ ഹീറോയിന്റെ ഏത്? ടെൻഷൻ ആക്കല്ലേ. എന്താ ഈ പറയണേ? ഹീറോയിന്റെ വീട്ടിലെ ബോഡി ഗാർഡാണ് ബ്ലാക്ക് കാറ്റ് ആണ്. എന്തോ ഓക്കെ. അങ്ങനെയാണ്. എന്നിട്ട് അപ്പോ അവരെ ആ കുടുംബത്തെ രക്ഷിക്കുന്ന ഓക്കെ. അപ്പൊ കണ്ടിട്ടുണ്ട്. കുറച്ച് ഒന്ന് ഓടിച്ചിട്ട് കണ്ടു. ആദ്യം കൊണ്ട് അവസാനം കൊണ്ട്. അവര് കഥ മാത്രം. 2.5 മണിക്കൂർ പടം 2 മിനിറ്റോട്ട് പറഞ്ഞു. ഒരു ബ്ലാക്ക് രക്ഷിക്കുന്നു. കഴിഞ്ഞു. മോനെ ഒരു ബ്യൂട്ടിഫുൾ സോങ് അത്. ഇതിന്റെ വരികളാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ബ്യൂട്ടിഫുൾ പിക്ചറൈസേഷൻ. അതെ, പിക്ചറൈസേഷനുമാണ്. പാടിയതാണെങ്കിലും എല്ലാം കൊണ്ട് ഒരു സൂപ്പർ സോങ്. അപ്പോൾ മോനെ ഇതില് പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട് പക്ഷെ എനിക്ക് ഒരു കുറച്ച് എക്സ്പ്രസീവ് ആവാൻ തോന്നി. അത് ട്രൈ ചെയ്യുന്നുണ്ട് ബദ്രി. അത് മേ ബി അതിലോട്ട് റീച്ച് ചെയ്യും ബദ്രി കുറച്ച് കഴിയുമ്പോഴത്തേക്കും. നമ്മൾ ചില സംഗതീസ് പാടുമ്പം അത് സംഗതിയായിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പം ആ സംഗതിക്കും ഒരു ഫീൽ അല്ലേ. എസ്പെഷ്യലി ഇതിലുള്ളൊരു ഏറ്റവും പീക്ക് പോയിന്റ് ഈ പാട്ടിൻ്റെ വരുന്നത് അതാണ്. അപ്പം അതൊന്ന് പാടാവോ ബദ്രി? വനലത ചാഞ്ചാ വനലത, അതൊക്കെ പിച്ചിങ്. വനലത ചാഞ്ചാടും നിറവള്ളിക്കുടിലിലെ കുടിലിലെ 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 വരമൊഴി രാധേ നിൻ ഗീതമാവാൻ. അത്രയും അത്ര സംഗതി വേണോ അവിടെ? അത്രയും പാടുമ്പോ ഒരു ഭയങ്കര ഒരു കർണാട്ടിക് ആയി പോയത്. ഗീതമാവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷെയ്ഡ് പോലെ കാണിച്ച ഇങ്ങനെ കാണിക്കുമ്പം അത് ഭയങ്കര പ്രൊജക്റ്റഡ് ആവും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് തോന്നിയത്. പല സംഗതീസിനും സംഗതിയായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി പിന്നെ തുടക്കം പല്ലവിയൊക്കെ അവിടെ ഒക്കെ പിച്ചൗട്ടും കാര്യങ്ങളും എന്താ ഉള്ളിൽ മൂളും സാരംഗി നിൻ അതും കൂടി ഒന്ന് പാടാം. ഉള്ളിൽ മൂളും സാരംഗി നിൻ, ഉള്ളിൽ മൂളും സാരംഗി നിൻ യമുന ധന്യയായി ശ്രീലാലാപം കേൾക്കും നേരം. അവിടെ അന്ന് റഷ് ചെയ്യണ്ട. ശ്രീലാലാപം കേൾക്കും നേർത്താര. ശ്രീലാലാപം കേൾക്കും നേരം. കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു സോള് നമ്മൾ ഫീല് കൊണ്ടുവന്നാൽ മതി. പിന്നെ നെക്സ്റ്റ് ലൈൻ നൂപുരം കൊരുക്കുമീ യമുന ധന്യയായി. നൂപുരം കൊരുക്കുമീ യമുന ധന്യയായി. അവിടെയൊക്കെ കുറച്ചുകൂടി ഫ്രീ ആവാം. അപ്പോൾ ബദ്രി നെക്സ്റ്റ് റൗണ്ടിൽ വരുമ്പം കുറച്ച് ഫ്രീ സിംഗിങ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാനിനി. കേട്ടോ, ഇങ്ങനെ പിടിച്ച് പാടണ്ട. കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഇങ്ങനെ പിടിച്ച് പാടിയാലേ പാടാൻ പറ്റുമെന്നാവും. കുറച്ച് ഫ്രീ ആയിട്ട് പാടാൻ ട്രൈ ചെയ്യുക. ബട്ട് നല്ലതായിട്ട് പാടി. ഓവറോൾ നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. വേർഡ്സ് ഒക്കെ കറക്റ്റായിട്ട് പാടി. അതുപോലെ നല്ല ചോയ്സ്. ഈ റൗണ്ടിന് പറ്റിയൊരു പാട്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ബദ്രി ഓ സർ. നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. ബദ്രിക്ക് എല്ലാ പാട്ടിനോടുള്ള അപ്രോച്ച് സെയിം ആയി പോകുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബദ്രി ഏത് ബദ്രി ഇംപ്രൂവ് ആകുന്നുണ്ട്. ഇൻ ദ സെൻസ് ലൈക്ക് ഇതുപോലത്തെ പാട്ടുകൾ എടുത്ത് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് കാര്യമാണ് കേട്ടോ. അത് ഡെഫിനറ്റ്ലി. താങ്ക് യു സർ. പക്ഷെ ഈ പാട്ട് എടുത്ത് പാടുമ്പോൾ ഈ പാട്ടിന് വേണ്ട സംഭവങ്ങൾ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അതിനകത്ത് വരുന്ന സംഗതികൾക്ക് ഇത്രയും പ്രോമിനൻസ് ഇല്ല. പ്രോമിനൻസിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് കൂടുതലും ഒരു ലവ് ട്രാക്ക് ആകുമ്പോൾ സംഗതികൾ മുഴച്ചു നിൽക്കാൻ പാടില്ല. അതങ്ങനെ ഈ പറഞ്ഞ പോലെ അങ്ങ് ഒഴുകി അതിന് പാട്ടിൻ്റെ കൂടെ തന്നെ സംഗതിന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ വേണം അത് വരാനും പോകാനും. ഇത് എനിക്ക് ജസ്റ്റ് അനുപല്ലവിയില്ല. ഫസ്റ്റ് ലൈൻ ഒന്ന് പാടുത്തുന്നടാ. ഓരോ സ്വരമുകുളങ്ങൾ ഇതളിടുമേതോ രാവിന്റെ പ്ലാൻ എങ്ങനെയാണ്? ഇതളിടുമേതോ അത് വന്നില്ല. പിന്നെ ശ്രുതി പലയിടങ്ങളിലും ഇങ്ങനെ 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 വേവർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന പോലെ ഫീൽ ചെയ്തു. കുറെ മുഴച്ചു നിൽക്കുന്ന സംഭവങ്ങളിൽ ഒന്ന് അയൺ ചെയ്ത് ഒന്ന് നേരെയാക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. That's it. All the best.
താങ്ക് യു ഷാനിക. ശരത് സർ. മോനെ ഓ സാർ. ബദ്രി നല്ല പാട്ട് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ, ഉഗ്രം പാട്ട്. അത് മക്കള് എനിക്ക് ഫീൽ ചെയ്തത് മോൻ്റെ പാട്ടൊരു സൈഡിലും സംഗതികൾ വേറൊരു സ്ഥലത്തും, ഈ രണ്ടും കൂടെ ഒന്ന് സമന്വയിപ്പിക്കണം. കാരണം ഈ പാട്ടിനൊരു ഫീലില്ലേ, കാരണം അത് ആ സംഗതികളെന്ന് പറയുന്നത് ഈ പാട്ടിനെ ആ ഒരു മെലഡിയെ എൻഹാൻസ് ചെയ്യാനാണ് അല്ലേ. താനീ എന്ന് പാടുന്ന ഓരോ തതടങ്ങൾ അത്രയ്ക്ക് ആക്രാന്തം പിടിച്ച് അത് പാടേണ്ട കാര്യമില്ല. അത് ആ ലിറിക്ക് എന്ത് പറയുന്നു അതിനുള്ള വികാരം കൊടുത്താൽ മതി. സംഗതികളൊക്കെ കേൾക്കുക നമ്മൾ ആഹാ എന്ന് പറയണ്ടേ, നമ്മൾ ഞെട്ടുകയാണോ വേണ്ടത്. ഇപ്പം മുമ്പേ പാടിപ്പോയി എന്തൊരു അധികാര സ്വഭാവമായിരുന്നു കേട്ടോ. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ പാട്ടിനും ആ ജോണറിന് ചേരുന്ന വിധത്തിൽ മക്കളെ. അതുപോലെ വനലത ചാഞ്ചാടും അതൊക്കെ ശ്രുതി, എല്ലാം ശ്രുതിയാണ്. പിന്നെ ഈ മായക്കണ്ണൻ എന്ന് പറഞ്ഞ് ചിരിച്ചില്ലേ, അതെനിക്ക് നായക്കണ്ണൻ എന്നാ കേട്ടത്. അതൊന്ന് കൃത്യമായിട്ട് പാടാവോ? സത്യം, ദൈവത്തിനാണ് സത്യം, എനിക്ക് നായക്കണ്ണൻ എന്നാ കേട്ടത്. അവർ ഇത്ര റൊമാൻറ്റിക് പാട്ടിൻ്റെ ഇടയ്ക്ക് എവിടെ നിന്ന് നായ വന്നു? ഷൂട്ടിംഗ് കാണാൻ വന്നില്ല. സ്വർണ്ണത്തേരിൽ പാടിക്ക്, അത് ക്ലാരിറ്റിയോടെ പറ. സ്വർണ്ണത്തേരിൽ വരും അവിടെ അല്ല, ചിരിച്ചല്ലോ നീ. അത് ചിരിച്ചോണ്ട് മായ എന്ന് കേൾക്കണം. ചിരിക്കുമ്പോൾ നായ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് പാടിക്കേ. സ്വർണ്ണത്തേരിൽ വരും മായക്കണ്ണനെ. മാ കേൾക്കണം. ചിരി വന്നപ്പോൾ മായ അങ്ങ് പോയി. അത് മോനെ അത്രേ ഉള്ളൂ. എനിക്ക് കൂടുതൽ നീ നന്നായിട്ട് തന്നെ പാടി. പക്ഷേ ഈ സംഗതികൾക്കൊരു അമിതമായിട്ടുള്ള ഒരു ബലം പെടുത്തും. പിന്നെ ശ്രുതി പ്രധാനമായിട്ട്, ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. നല്ല ടാലന്റഡ് ആണ് ചക്കര കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. മാർക്ക് ചോദിക്കാം. ഹരിചേട്ടാ. യെസ് മാർക്ക്. ബദ്രി. ഓ സാർ. അപ്പൊ ബദ്രി പാടിയതൊക്കെ നന്നായിരുന്നു. ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ബദ്രിയുടെ ഈ പറഞ്ഞ ഒരു എക്സ്പ്രഷൻസ് കേട്ടോ. 8.4. താങ്ക് യു സാർ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക. ബദ്രി, എൻ്റെ മനസ്സിലും 8.4 തന്നെയായിരുന്നു. ബട്ട് സിൻസ് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഇപ്പൊ അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് 8.4. ബദ്രി 8.5. 8.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ശരത് സാർ. മക്കളെ എൻ്റെ മനസ്സിലും 8.5 ആയിരുന്നു. പക്ഷെ നീ ഈ ശ്രുതിയുടെ കാര്യം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിനുവേണ്ടി അത് ഞാനൊരു ഇച്ചിരി കുറയ്ക്കുന്നു. 8.1. താങ്ക് യു സാർ. ഓക്കെ. താങ്ക് യു ശരത് സാർ. ടോട്ടൽ 25. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു? 24.8. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി ഫിൽമി ഡിവോഷണൽ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം അമയക്കുട്ടി.
അമ്മയാ എന്തോ കരിഞ്ഞു പോയാ എന്തെറ്റി? അത് ലാസ്റ്റ് പ്രശ്നമായപ്പോഴത്തേക്കും. സാരില്ല, നമുക്ക് ചോദിക്കാം. ശരത് സർ. മോളെ എന്താ സാർ? ഇമോഷണൽ ആയി പോയോ? അത് കുഴപ്പമില്ല. എല്ലാവർക്കും നമുക്ക് ഭക്തി അതിൻ്റെ ഒരു എന്താ പറയണ്ട ആ ഒരു ഉന്നതിയിലെത്തുമ്പോൾ നമുക്കൊക്കെ കരച്ചിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ പോയാൽ നമുക്ക് മറ്റേ ഡയറക്ടറുടെ പടം കിട്ടണേ കൃഷ്ണ എന്നൊക്കെ പറയാൻ വേണ്ടിയായിരിക്കും പോകുന്നത്. അവിടെ ചെന്ന് അവനെ കാണുമ്പോൾ ഒരു സാധനം തലേ വരത്തില്ല. നമ്മൾ പറയേണ്ട കാര്യമില്ല, അതൊക്കെ ഭഗവാൻ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇമോഷണലായി പോകും. ഇപ്രാവശ്യം ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് പോയി. അപ്പോൾ മോക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ കൊച്ചു ഒരൊറ്റ കരച്ചില്ല. പിന്നെ അവസാനം അവരോടുള്ള ഒരു തവണ കൂടെ കൊണ്ട് കൃഷ്ണനെ കാണിച്ചു. അത് അവൾക്കൊരു അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി മോക്ക്. കുറേ സന്തോഷം. അപ്പം അത് മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ ഒന്ന് പാടാമോ? ഇങ്ങോട്ട് ഇറക്കിക്കോ മോളെ. അവിടെ തന്നെ നിൽക്കരുത്, അത് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് അത് ഒറിജിനൽ കേട്ടാ. ആ ഗുഡ്. അത് കുറച്ചും കൂടെ ഫ്ലോ ആവാം മോളെ. കുറേയും കൂടെ ഭക്തി. അല്ല അത്ര വലിക്കാനല്ല പറഞ്ഞ ഞാൻ മോളെ. അവനതിനൊരു ബലം പിടുത്തം അല്ലാതെ കുറച്ചും കൂടെ. നൈസ് 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 മോളെ. ഗുഡ് ഗുഡ്. മക്കളെ തളർന്നു കൃഷ്ണ. നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണ നീയൻ. മോളെ ആ തളർന്നു എന്നുള്ള സ്ഥലത്ത് ഒരു തളർച്ച ഫീൽ ചെയ്യാം. എന്നൊരു വല്ലാണ്ട് തളർന്നല്ല, ആ ഒരു വികാരം ഒന്ന് ഇമോട്ട് ചെയ്താൽ മതി. ഒന്ന് പാടിക്കോ ഒന്നും കൂടെ. നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണ നീയൻ നൊമ്പരമറിയുമോ നൊമ്പരമറിയുമോ ശ്യാമവർണ്ണ. ഗുഡ് 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 മോളെ. ചേരും ഓടക്കുഴലിൻ്റെ അതെന്താണ് അവിടെ പറ്റിയത് കുഞ്ഞിന്? തുണ്ട് പല്ലവി പാടിയപ്പോ അത് തൊണ്ട. ഓക്കെ മോളെ. അതുപോലെ ഈ പാടി നിർത്തിയിട്ട് പിന്നെ ആ ഒരു ലൈൻ പാടുന്നില്ലേ, വാർമുകിൽ, അതിനെന്തിനാ അവിടെയൊക്കെ ശ്വാസം എടുക്കുന്നത്? അവിടെ കൊണ്ട് കൃത്യമായിട്ട് നിർത്തിയാൽ അത് പാടിക്കൂടെ? ഒന്ന് പാടിയിട്ടൊന്ന് പാടിക്കാൻ മോളെ. അത് വല്ലാണ്ട് ശ്വാസം എടുത്തിട്ട് അവിടെ എടുക്കാൻ സ്ഥലമുണ്ടല്ലോ ഇഷ്ടം പോലെ. ശ്രീരാഗമേ നിന്നെ ഉണർത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. അത് മോള് പ്ലാൻ ചെയ്തോണം. അവർ ഇച്ചിരി വലിച്ച് ശ്വാസം എടുത്താലും മറ്റേ പാടാൻ പറ്റുന്നു. കാർമുകിൽ വൺ അങ്ങനെ ആക്കുമ്പോൾ അത് ഒരിച്ചിരി അത് ഒരു ഓടായിട്ട് ഫീൽ ചെയ്യും മോളെ കേട്ടാ. അത് ഈ ചെറുപ്പത്തിൽ. അതുപോലെ മോളെ തുടക്കം നിന്റെ നന്ദന ഇല്ല, അതോ നന്ദന എന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ തന്നെ നന്ദന നിന്റെ പാടിയില്ല. നിന്റെ പാടില്ല, നന്ദനം തൊട്ടേ വന്നുള്ളൂ. ഞങ്ങള് പാടി നിന്റെ. അത് ആ സമയത്ത് ഇത് ഊരിപ്പോയായിരുന്നു. അപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റിയില്ല. അവിടം വരെ വായിച്ചു വന്നല്ലോ ഒരു നിന്റെ ഉണ്ടെന്നുള്ളത് ഓർക്കണ്ടേ. മറ്റേതപ്പോ അങ്ങനെ പാടി കൃത്യമായിട്ട്. അതൊക്കെ പറ്റും. ഇന്നിയറൊക്കെ എനിക്കൊരു സ്റ്റേജിൽ ഇന്നിയർ മൊത്തത്തിൽ ഓഫായി പോയി. എൻ്റെ ആ സ്റ്റേജിലാണെങ്കിൽ വെഡ്ജ് മോണ്ടറും ഇല്ല, സൈഡ് ഫില്ലും ഇല്ല. പക്ഷെ അന്നത്തെ പ്രോഗ്രാം ആയിരുന്നു ഏറ്റവും നല്ലത്. ഇതൊക്കെ മോള് നന്നായിട്ട് പാടിയിട്ടാ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം മോളെ കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സാർ. ഷാനിക്ക അമ്മയാ
എന്താ സർ? അമ്മയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. ഒരു അപാര ബ്രെത്ത് കൺട്രോൾ വേണ്ട ഒരു പാട്ടാണ്. അതൊക്കെ മോള് നന്നായിട്ട് തന്നെ മാനേജ് ചെയ്തു കേട്ടോ മോളെ. താങ്ക് യു സർ. അവസാനം എന്ത് പറ്റി എന്നുള്ളത് ആണ് നമ്മൾ ഒരു ചർച്ചയിലൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് അവസാനം പറ്റിയത്? ഇമോഷണൽ ആയതാണോ അതോ ആ പിച്ച് ഹിറ്റ് ചെയ്തതിന്റെ, ആ നോട്ട് ഹിറ്റ് ചെയ്തതിന്റെ എന്തെങ്കിലും? അതല്ല, അത് കരഞ്ഞുപോയി. അത് ഞങ്ങൾ കണ്ടു കരഞ്ഞത്. എന്തുകൊണ്ടാന്നാ ചോദിക്കുന്നത്. അത് ഇതാണോ ഭക്തി അതാണോ അതോ പിന്നെ മ്യൂസിക് റിലേറ്റഡ് ആണോ? മ്യൂസിക് റിലേറ്റഡ് അല്ല. അല്ല, ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് അത് അറിഞ്ഞാൽ മതി. ഇത് ഹരി ഈ ഇന്നിയറിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇന്നിയർ പോയ കാര്യം. എന്റെ ഫസ്റ്റ് പെർഫോമൻസ് ദുബായില്. അപ്പൊ നമുക്ക് ഈ ഫ്രണ്ടില് മോണിറ്റേഴ്സ് വേണം, ഇതൊന്നും അറിയില്ല. സൈഡ് ഫിൽസ് ഇതൊന്നും അറിയില്ല. ഇതൊന്നും അറിയാത്ത ഒരു കാലം. ഫസ്റ്റ് പാട്ട് ഞങ്ങളാണ്. കുറെ ഹാർമണീസ് ഒക്കെ ഉള്ള പാട്ടാ. ആകെ ഈ പുറത്ത് ഓഫ് ആക്സിസിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്പീക്കറിന്റെ പിച്ചിലാണ് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കണേ. കാരണം അത് വേറെ ആയിരിക്കും, നമ്മുടെ ചെവി റിസപ്റ്റ് ചെയ്യുന്നത് വേറെയാണ്. ഇപ്പൊ ഈ ബസ് ഹോൺ അടിച്ചിട്ട് പോകുമ്പോഴ് ഒരു ഡോപ്ലർ ഫീൽ ഉണ്ടാവും. അപ്പൊ ഈ പുറത്തെ പിച്ചിലാണ് ഞങ്ങൾ ഇവിടെ പുറകിൽ വന്നുകൊണ്ട് പാടണേ. പിച്ച് ഔട്ട്, അതായത് ഹാർമണീസും എല്ലാം ആളുകൾ കൂവി 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 എന്താണ് ഈ കാണിക്കണത്? അതൊരു സ്ലോ സോങ്. എനിക്കൊന്ന് അൽനാസർ ലെഷർലാൻഡിൽ ഇങ്ങനത്തെ ഒരു കൂവല് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. അപ്പോഴാണ് അടുത്ത ആള് കേറിയിട്ട് പുള്ളി പാടി തുടങ്ങി. അഫ്സൽക്കാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ പാടിയിട്ട് 1 മിനിറ്റ് ഇത് മോണിറ്റേഴ്സ് ഓഫ് ആണേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അയ്യോ ഇത് ഓഫായിരുന്നു കളിയാ. അപ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പിടിയിട്ടണേ. അല്ല പാറു, ഈ വിചാരിക്കുന്ന പോലല്ല, ഈ മോണിറ്റേഴ്സ് വർക്ക് ചെയ്തില്ലെങ്കിലേ ഇടപാട് തീരും. അനുഭവം ഉണ്ട്. പിന്നെ മാക്ട എന്ന് പറഞ്ഞ മാക്ടയുടെ ആദ്യത്തെ പ്രോഗ്രാം കൊച്ചിയിൽ. അപ്പൊ അത് വലിയൊരു ഭീകര ഗ്രൗണ്ടിൽ അങ്ങേറ്റത്തൊരു ചെവരുണ്ട്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. അത് അത്രയും വിഷമിച്ചതുകൊണ്ട് അത് ഒരു ഓർമ്മയുണ്ട്, അതേ ഓർമ്മയുള്ളൂ. അപ്പൊ അതിന് പോയി നമ്മുടെ ഹിസൈൻ എസ് അബ്ദുള്ള റിലീസായ സമയമാണ്. അപ്പൊ ഞാനും രവീന്ദ്രൻ മാഷും കൂടെ ദേവസഭാതലം സ്റ്റേജിൽ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ കൂളായിട്ട് പാടിക്കുക. ഞാൻ പറഞ്ഞു ഏറ്റു മാഷേ, നമ്മൾ മാഷുള്ളപ്പോൾ നമുക്ക് അത്ര ധൈര്യമാണ്. കയറി അങ്ങ് തുടങ്ങി ആലാപ്. ഇപ്പൊ ആലാപ് തുടങ്ങി കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ തവല കിടതക്ക് എന്ന് പറഞ്ഞു ഈ കിടത വായിച്ചിട്ട് ഒരു കിടത കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മോണിറ്ററില്ല, അപ്പുറത്തുനിന്ന് ഒരു കിടത തട്ടി കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അതാണ് സംഭവം എന്ന് വിചാരിച്ചിട്ട് കുറഞ്ഞു പോകത്തില്ലേ, മനുഷ്യനല്ലേ. ഇപ്പം രാജാമണിച്ചേട്ടനാണ് കണ്ടക്ട് ചെയ്തത്. ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്ത്, മണിച്ചേട്ടാ മോണിറ്ററില്ല, ഞങ്ങളുടെ മുമ്പിൽ വന്നത് അങ്ങ് കൈ കാണിക്കുക, ഞങ്ങളൊക്കെ പാടിക്കോളാമെന്ന്. മണിച്ചേട്ടൻ വന്നില്ല. മണിച്ചേട്ടൻ ഞങ്ങളുടെ പുറകെ നിന്ന് ആ സമയത്ത്. ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പിൽ മഞ്ജു വാര്യരും ബിന്ദുജ മേനോനും ഡാൻസ് ഉണ്ട്. അവരുണ്ട്. അപ്പൊ ആലാപ് തന്നെ കുറച്ച് നീണ്ട് രവീന്ദ്രൻ ഇംപ്രവൈസ് ചെയ്ത്. അപ്പൊ ഇവരിങ്ങനെയൊക്കെ ചൊറിഞ്ഞൊക്കെ നിൽക്കുക. അവര് ദേവസഭാതലം തുടങ്ങി. ദേവസഭാതലം കാരണം കേട്ട് തിരിച്ചു പിന്നെ ഞങ്ങള് ബാത്റൂമിലൊക്കെ പോയിട്ട് അത്ര ഈ മഞ്ജുവാര്യരൊക്കെ കാല് പൊക്കിട്ട് ഇങ്ങനെ നിക്കുക. നമ്മളൊരു അടുത്ത സമം പിടിച്ചാലേ മഞ്ജുവിന് കാല് താഴെ വെക്കാൻ പറ്റൂ. ബിന്ദുജാമേനൊക്കെ ഒക്കെ അടപ്പ് ധരിച്ചു. കാര്യം എന്താ ഫുള്ള് ദേവസഭാതല കളിക്ക സ്ലോ മോഷൻ. അവസാനം ഒരു കാലൊക്കെ നമ്മൾ പോയി പിടിച്ച് താത്തി വെക്കേണ്ട ഒരു സ്ഥിതിയായി. ആ ബിന്ദുജാമേനൻ എന്നെ നോക്കിട്ട് ഒരു പാട്ട് ഒരു ന്യായമായിട്ടുള്ള സ്പീഡ്, അത് ഒരു അത്രേ ഉള്ളൂ. അതപ്പം ദേവസഭ ആ ബാലൻസ് ഒക്കെ പോണ മഞ്ജുവിനും അവർക്കൊക്കെ കാര്യം എത്രയും ചെല്ലി ഒറ്റക്കാലിൽ നിൽക്കും. എന്റെ ദൈവമേ, ഞാൻ ഇപ്പോഴും മഞ്ജു വാര്യരെ ബിന്ദുജ മേനോനെ ഞങ്ങളോട് ഞങ്ങളുടെ അടുത്തല്ല, നമ്മുടെ അല്ല കുഴപ്പം. നമ്മുടെ മോണിറ്റർ വർക്ക് ചെയ്യാണ്ട് നമ്മൾ കുളവായിട്ട് മാഷിന്റെ കൂടെ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റൂ. അതല്ല ഞാൻ പറയാം, ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്, നമ്മൾ ചുമ്മാ കാണരുത്. ഓക്കെ ഹരിചേട്ടാ. അമ്മയാ എന്താ സർ? നന്നായിട്ട് പാടി അമ്മയാ. നൈസ്. താങ്ക് യു സർ. അമ്മയുടെ ഇത്രയും പെർഫോമൻസസിൽ എനിക്ക് നല്ലതായിട്ട് തോന്നി ഈ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസസ്. താങ്ക് യു സർ. നല്ല സോങ് സെലക്ഷൻ, നല്ല ചോയ്സ്. ഇതിപ്പോ 2 റൗണ്ടിലും പാടാൻ പറ്റിയൊരു പാട്ടാണ് അല്ലേ? ഡിവോഷനിലും പാടാം, ഗിരീഷ് ഏട്ടൻ റൗണ്ടിലും പാടാം. നന്നായിട്ട് പാടി മോളെ. ഞാൻ അങ്ങനെ അധികം ഒന്നും എഴുതിയില്ല. എനിക്ക് ആ ഫീൽ നല്ല രസമായിട്ട് കിട്ടി. അതാണ് ഇതിന്റെ ഈ പാട്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്.
പിന്നെ എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ശരത്തേട്ടൻ പറഞ്ഞു തന്നു, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. അമ്മയ്യ ആ മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ ഐ എം ഗിവിംഗ് യു 9. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക ഐ എം ഓൾസോ ഗിവിംഗ് യു 9. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ശരത് സർ മോളെ ഞാനൊരു 0.3 കുറയ്ക്കുകയാണ്. 9 മാർക്സ്. താങ്ക് യു സർ. ടോട്ടൽ 27 മാർക്സ്. അടിപൊളി. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബെക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം സർഗ. തങ്കം കാച്ചുന്ന മഞ്ഞൾ പൂവാക ചേർത്തു നല്ലോരെണ്ണ തേച്ചു പൊന്നാമ്പൽ ചവിട്ടി വലത്തു നേരെ തിരിഞ്ഞു ചാടി ചവിട്ടി മടക്കി തുള്ളി പന്തിയിട്ടിരുന്നു.
ഒന്നായഴിഞ്ഞും നിന്നെ നെഞ്ചിൽ ചിണ്ടുമല്ലി പൂവിൻ നേർത്ത ചെല്ലക്കൂമ്പുലഞ്ഞും സർഗ എന്തോ എന്ത് തോന്നുന്നു ഇപ്പൊ? പാട്ട് പാടി കഴിഞ്ഞപ്പോ ഒരു സമാധാനം ഉണ്ടല്ലേ? എന്താണ് ഈ സോങ്, എന്ത് ധൈര്യത്തിലാണ് നീ സെലക്ട് ചെയ്തത്? എനിക്ക് പണ്ടോട്ടേ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടോട്ടേ ഏതെങ്കിലും സ്റ്റേജിൽ പാടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കറക്റ്റ് അല്ലേ? കറക്റ്റ് വേദിയിൽ അമ്മോട് വന്നിരിക്കുന്നത്. ഇനി ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ ശരിക്കും ചാടി ചവിട്ടിയാട്ടോ. ചാടിച്ചവിട്ടി അല്ല ഇത് പറയാൻ വേണ്ടി എന്നോട് പറഞ്ഞപ്പോ ചേട്ടൻ എന്നെ ചവിട്ടുമെന്നുള്ളൊരു പേടിയിലാണ് ഞാൻ പറഞ്ഞത്. ചുമ്മാ രസമായിരുന്നു. അതൊന്നുകൂടി ഒന്ന് പറയോ? കൂട്ടിച്ചവിട്ടി വലത്തു നേരെ തിരിഞ്ഞു ചാടി ചവിട്ടി മടക്കി തുള്ളി പന്തിയിട്ടിരുന്നു. ചവിട്ടി മടങ്ങി, ചവിട്ടി മടങ്ങി അല്ല, ചവിട്ടി മടങ്ങി. എന്നാ ശരത് സാർ ഒന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ രണ്ടും കൂടെ പറയാം. ഓക്കെ. 1 2 3 4. കൂട്ടിച്ചവിട്ടി വലത്തു നേരെ തിരിഞ്ഞു ചാടി ചവിട്ടി മടങ്ങി തുള്ളി പന്തിയിട്ടിരുന്നു. ഒരു കളരിപ്പയറ്റിന്റെ ഏരിയയിൽ വന്നിരുന്ന പോലെ ഉണ്ട്. ഓക്കെ ഷാനിക്ക. കുഴപ്പമില്ല. കുഴപ്പമില്ല. സർഗ എന്തോ അടിപൊളിയായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഗിരീഷേട്ടൻ ശരത്തേട്ടൻ റൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആക്ച്വലി ഇതിനെ. കാരണം ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഒരു ശരത്തേട്ടൻ റൗണ്ട് ഇവിടെ വെക്കണം അല്ലേ? അത് വേണ്ടി റൈറ്റ്സ് ഇല്ല, ഒറ്റപ്പാട്ട് റൈറ്റ്സും ഇല്ല, ഒറ്റപ്പാട്ട് പാടാനും പറ്റില്ല. അങ്ങനത്തെ ഉണ്ടാക്കി വെച്ചേക്കാം. ട്രിബ്യൂട്ട് ശരത് സാർ. ട്രിബ്യൂട്ട് ടു ശരത് സാർ. മോളെ ഗംഭീരായിരുന്നു മോളെ. താങ്ക് യു സാർ. എനിക്ക് ഈ പാട്ടിനോട് ഭയങ്കര സ്നേഹമാണ്. ചെയ്ത ആളിനോട് പറഞ്ഞു പോയി. ഈ മനുഷ്യൻ എന്റെ ജീവനാണ്. എന്റെ ജീവൻ. ഒന്നും പറയാനില്ല. ഈ മനുഷ്യൻ ഹീസ് സംതിങ് എൽസ്. കാരണം ഈ ഒരു സോങ് ഇപ്പൊ കേൾക്കുമ്പോഴും പുതിയതാണ്. അതിന്റെ ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും അത് ശിവമണി അല്ലേ? ശിവമണി സാറാണ് അത് പ്രോഗ്രാം ചെയ്തത്. എന്താ പറയുക, കുറേ ലെജൻസ്, ചിത്ര ചേച്ചി, അങ്ങനെ കുറേ ലെജൻസ് ഒന്നിച്ച ഒരു ഭയങ്കര പാട്ട്. ലാലേട്ടൻ അതിൽ സ്പ്ലിറ്റ് അടിച്ചിരിക്കുന്ന സീനൊക്കെ ഇല്ലേ, അതൊക്കെ അത്ഭുതമായിരുന്നു ആ സമയത്ത്. മോള് ഗംഭീരമായിട്ട് പാടി മോളെ. എനിക്ക് ഞാൻ ആ പാട്ടിന്റെ ഫീലിനകത്തായിരുന്നു ആക്ച്വലി ത്രൂ ഔട്ട് ദ സോങ്. എനിക്ക് മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയും, അത് നമുക്ക് കേൾക്കാം. പക്ഷെ ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ സോങ്. മോളെ ഭയങ്കര രസമായിട്ടാണ് മോള് പാടിയത്. സൂപ്പർ മോളെ, സൂപ്പർ. എനിക്ക് പറയാനില്ല കേട്ടാ. ഓൾ ദ വെരി ബെസ്റ്റ്. ഇങ്ങനെ തന്നെ പോട്ടെ. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ എന്താ പറയുക, ഇതൊരു ഗംഭീര സോങ്. മോള് നന്നായിട്ട് പാടി. അതിന്റെ പ്ലാൻസ് ഒക്കെ വാസ് ഗുഡ്. തിങ്കൾ പൂന്തൽ, അതിന്റെ നെക്സ്റ്റ് ലൈൻ അല്ലേ, മഞ്ഞൾ പൂവാക ചേർക്ക, അതൊന്ന് പാടാം. മഞ്ഞൾ പൂവാക ചേർത്തു നല്ലോരെണ്ണ തേച്ചു. ആ നോട്ട്സ് ഒന്നും ആ സമയത്ത് പാടിയപ്പം ക്ലിയർ ആയിരുന്നില്ല. നല്ലോരെണ്ണ തേച്ചു തേച്ചു. അത് എത്തണം അവിടെ. താരേ തേച്ചു. പക്ഷെ നമ്മൾ അതങ്ങനെ കാണിക്കുകയും ചെയ്യരുത്. അങ്ങോട്ടേക്കാണ് പോണേന്ന് കാണിച്ചു, ഷെയ്ഡ് പോലെ കൊടുത്ത്. നല്ലോരെണ്ണ തേച്ചു. അതായിരുന്നു എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ മോളുടെ പ്രായത്തിനനുസരിച്ച് മോള് രസമായിട്ട് തന്നെ പാടി. ഇത് പിന്നെ ചിത്രമായി അത്രയും ഉഗ്രനായിട്ടാണ് പാടി വെച്ചേക്കുന്നത്. ഇതിൻ്റെ അപ്പുറം പാടാനും പറ്റില്ല. അതിൻ്റെ എക്സ്പ്രഷൻസ് ആണെങ്കിലും പിന്നെ ഗിരീഷേട്ടൻ്റെ റൗണ്ട് ആയതിൻ്റെ ഇതിനപ്പുറം ഒരു നല്ല പാട്ട് എടുക്കാൻ പറ്റില്ല. ഇത് ആപ്പ് സോങ്. സൂപ്പർ സ്റ്റാറിൽ ഇപ്പം എന്താ പറയുക, എല്ലാം കൊണ്ടും തികഞ്ഞൊരു പാട്ട്. ശരത്തേട്ടൻ്റെ പാട്ട്, ഗിരീഷേട്ടൻ്റെ പാട്ട്, വെരി നൈസ്. മോക്ക് ചേർന്നൊരു പാട്ട് കൊണ്ടാണ് വന്നത്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. വെരി നൈസ് പെർഫോമൻസ്. ശരത് സർ, സർഗയുടെ പാട്ടിനെ കുറിച്ച് പറയണതിന് മുന്നേ ഈ പാട്ട് കമ്പോസ് ചെയ്ത സമയത്തുള്ളൊരു മെമ്മറി എന്തായാലും നമ്മളോട് ഷെയർ ചെയ്യണം. ഇതെനിക്ക് ഓർമ്മയുള്ളത്, ഇത് കമ്പോസ് ചെയ്ത് ട്രിവാൻഡ്രത്ത് ഒരു കായലിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ വെച്ചാണ് ഇത് കമ്പോസ് ചെയ്യുന്നത്. കാര്യം രാവിലെ ആ കായലും ഒക്കെ കണ്ടിട്ട് ഒരു വല്ലാത്ത മൂഡായിരുന്നു. അപ്പോൾ ഈ മാലയം ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു ഇറോട്ടിക് പാട്ടാണ്.
അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ സമയത്തൊന്നും തോന്നിയില്ല ഇതിന് ഈ സിറ്റുവേഷൻ എത്രയോ പാട്ട് ചെയ്യാം. കാര്യം ഈ കളരിയായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ടാണ് ഞാനൊരു സെമി ക്ലാസിക്കൽ ലെവലിൽ ഇത് ഇരിക്കട്ടെ, കുറച്ച് ഡീസൻസി ആയിക്കോട്ടെ, എണ്ണത്തോണിയാണെങ്കിലും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തൊരു പാട്ടാണ്. ഞാനിങ്ങനെ പെട്ടെന്ന് TK രാജീവ് കുമാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡയറക്ടർ രാജുവേട്ടനെ ഞാനിങ്ങനെ ഓർക്കുകയാണ് ഈ ഒരു പടത്തിന്. കാര്യം അദ്ദേഹം ഇങ്ങനെ കൂടെ നിന്ന് വർക്ക് ചെയ്തത് വന്നപ്പോഴോ നല്ല രസമായിരുന്നു. അപ്പോൾ ഈ ഗിരീഷ് അണ്ണാച്ചി പാട്ട് എഴുതിയതും അത് അതിമനോഹരമായിട്ട് മാലയം എന്നുള്ള ആ ഒരു തുടക്കത്തിൽ തന്നെ ആ പാട്ടിൻ്റെ എല്ലാം ഉണ്ട്. വേറെ എന്ത് എഴുതിയിട്ടും കാര്യമില്ല. പിന്നെ ചിത്ര ചേച്ചി വന്നത് ഒരു തമാശയുണ്ട്, അത് വേണം ഞാനിപ്പോൾ പറയാം. അപ്പം ചേച്ചി വന്നു. ചേച്ചി നമുക്ക് എന്താ നമ്മുടെ സ്വന്തം ചേച്ചിയല്ലേ. അപ്പം ചേച്ചിയെടുത്ത് ആ സമയത്ത് ഇപ്പം ഈ ഒരു 95 അത്രയ്ക്ക് ചേച്ചിയാന്നേ ഉള്ളൂ. ഒരു അത്ര ഇപ്പോൾ ഉള്ള പോലെ ഒരു അടുപ്പം ഇപ്പം ആകുമ്പോൾ എന്ത് വേണം വിളിച്ച് പറയാൻ ചേച്ചിയെടുത്ത് അതില്ല. അപ്പം എനിക്കിതാണെങ്കിൽ ഇറോട്ടിക് പാട്ടാണ്, മാലയം മാറോടലിഞ്ഞും. അപ്പോൾ ചിത്ര ചേച്ചി വന്നപ്പോൾ ചിത്ര ചേച്ചി വിചാരിച്ചത് ഏതോ ഭക്തിപ്പാട്ടാണ്. മാലയം എന്നൊക്കെ കണ്ടപ്പോഴേ കൃഷ്ണനും ചേച്ചി ഭയങ്കര ഭക്തിയാണല്ലോ. അപ്പോൾ കൃഷ്ണ മാലയം മാറോടലിഞ്ഞു കൃഷ്ണ, മൈക്കണ്ണിൽ മാമ്പ് വിരിഞ്ഞു കൃഷ്ണ എന്ന് വിളിച്ചു. ചേച്ചി ഇങ്ങനെ ഭക്തി മാർഗത്തിൽ അവസാനം ഞാനിത് എനിക്കിത് ഒരു പറഞ്ഞ് ഫലിപ്പിക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട് ഒരു സഹോദരനായിട്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ചേച്ചി മാലയം മാറോ എന്നൊക്കെ പാടിക്കേ ശരത്തെ തൊണ്ടയടപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നു ചേച്ചി. ചേച്ചിക്ക് എന്നിട്ട് പിടി കിട്ടുന്നില്ല. സാറേ ഞാൻ ഒരു നിവർത്തിയില്ല, ഞാൻ എങ്ങനെ ചേച്ചി ഞാൻ പറഞ്ഞു ഇത് ഒരു മസിലും ചുമ്മാരിക്കും ദൈവകോപം കിട്ടുമെന്ന്. ചേച്ചി കൃഷ്ണനിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ലാലേട്ടൻ്റെ പുറകെ നടക്കുന്ന നിരോഷായ ആ ക്യാരക്ടർ അങ്ങനെയാണ്. ഈ മസിലും ഒക്കെ കണ്ടിട്ട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് ഈ പാട്ട് ചേച്ചി. അതിപ്പോൾ കുറച്ചും കൂടെ അപ്പോഴൊന്നും ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ പാടിപ്പാടി മാരോടലിഞ്ഞും ഈ വിബ്രാറ്റൊക്കെ കൊടുത്ത് ആ ഡൈനാമിക്സ് അങ്ങനെ ചേച്ചി പാടിക്കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് തന്നെ ഞാൻ ചേച്ചി അടുത്ത് പറഞ്ഞു, ചേച്ചി വരികളുടെയൊക്കെ അർത്ഥം ചേച്ചിക്ക് അറിയാവോ? ഇല്ല അത് ഞാനത് പറഞ്ഞു കൊടുത്തു. ഗിരീഷ് പുത്തഞ്ചേരി എൻ്റെ അടുത്ത് പറഞ്ഞ അർത്ഥം ഞാൻ പറഞ്ഞു കൊടുത്തു. അയ്യേ ഇതൊക്കെയാണ് എന്നെ കൊണ്ട് പാടിച്ചത്. അത് ചിത്ര ചേച്ചി. പിന്നെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് വേണേൽ കിട്ടും. ഇതുപോലുള്ള ഈ ഐറ്റം നമ്പറിലൊക്കെയാണ് ചേച്ചി മുട്ടുകുത്തി വീടുന്നത്. ചേച്ചിക്ക് അത് പെട്ടെന്ന് പിടി കിട്ടത്തില്ല. പിന്നെ അതേലേ ഇത് പറ്റത്തില്ല ചേച്ചിക്ക്, ഇത് പറ്റത്തതേ ഇല്ല. ഇതിങ്ങനെ പാടുമ്പോൾ ചേച്ചിക്ക് ഒരു അത്ഭുതമാണ്. അയ്യോ അതെങ്ങനെയാ അതെന്ന് ഇത്രയും പാട്ട് പാടിയ ആളെ ഇത് ഇങ്ങനെയുള്ള ചില ഐറ്റങ്ങൾ ചേച്ചി പെട്ടുപോകും. അപ്പോൾ എന്തൊക്കെയാലും എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി അസാധ്യമായിട്ട് പാടുന്നുണ്ട്, ഇതിനപ്പുറത്തൊന്നും ഇല്ല എനിക്ക് പറയാൻ. പിന്നെ മോളെ ഉഗ്രായിട്ട് പാടിയിടാം. താങ്ക് യു സാർ. അസാധ്യമായിട്ട് പാടി എനിക്ക് കുറേ ഇഷ്ടം. ആ ഋഷഭം മാത്രം ഒന്നും അത് കുഴപ്പമില്ല, നിനക്കത് കണ്ണ് കിട്ടാതിരിക്കും ആ ഋഷഭം കൊണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് കുറേ 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 ഇഷ്ടമായി മോളെ. കാരണം എൻ്റെ ഒരു കോമ്പറ്റീഷൻ അതിമനോഹരമായിട്ട് പാടി. ഒന്നും പറയാനില്ല. ലവ് യു. താങ്ക് യുടാ. സൂപ്പർ. ഓക്കെ മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ ഇനി എന്ത് വേണം? തന്നെ ഓസ്കാർ കിട്ടിയില്ലേ? 9.3. സൂപ്പർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക I'm giving you 9.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ശരത് സർ 9.4 മോളെ. താങ്ക് യു സാർ. താങ്ക് യു സർ. താങ്ക് യു. സോ ടോട്ടൽ 28.2 മാർക്സ്. അടിപൊളി. അവിടെ നിൽക്കി ഒരു ചടങ്ങുണ്ട്. ഓ 340 രൂപ. സൂപ്പർ. അപ്പൊ സർ ഈ പാട്ടോട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഷാനെ എടാ ചക്കര ഹരി നമ്മൾ ഇന്ന് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അതെ, മാലയത്തോടെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ.